സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫാത്തിഹ ഇറങ്ങിയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ഇബ്ലീസ റന്ന ഹീന ഉൻസിലത്തിൽ ഫാത്തിഹ. ഫാത്തിഹ ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് ഏങ്ങി കരഞ്ഞു പോയി. പൊട്ടി അങ്ങനെ കരഞ്ഞു. ആര്? ഇബ്ലീസ് കരഞ്ഞു പോയി. ഹീന വഖാല മുജാഹിദ്, മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹീന ഉൻസിലത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഇറക്കപ്പെട്ടപ്പോൾ റന്ന ഇബ്ലീസ് കരഞ്ഞു. അങ്ങനെ ഇബ്ലീസ് ഏങ്ങി അങ്ങനെ കരഞ്ഞു. ഫജ്തമഅ ഇൻദഹു ശയാത്തീൻ, ഇബ്ലീസിന്റെ ആളുകളായ പിശാചുക്കളെല്ലാം ഇബ്ലീസിന്റെ അടുത്ത് കൂടി. വഖാലു, ചിന്തിക്കണം, നിങ്ങൾ വളരെ ചിന്തിക്കണം. ഏത് സിഹർ ബാത്തിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഫാത്തിഹ. ഫാത്തിഹ ഇല്ലാത്ത, കുറുന്തോട്ടില്ലാത്ത കഷായം ഇല്ലാതെ പറഞ്ഞ പോലെ ഒരു ഫാത്തിഹ ഇല്ലാതെ സിഹർ ബാത്തിലാവില്ല. ഫാത്തിഹ ഇല്ലാതെ സിഹർ ബാത്തിലാവില്ല. എന്തും ഏതൊരു അമല് പറയുകയാണെങ്കിലും ആ അമലിന്റെ തുടക്കത്തിൽ ഫാത്തിഹ വേണം. ഏത് അമലും ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഒരു അമല് ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ അമലിൽ ഫാത്തിഹ അല്ലെങ്കിൽ ബേജാറാവണ്ട, അതിന്റെ തുടക്കത്തിൽ ഫാത്തിഹ വേണം. എന്തുകൊണ്ട്? കുന്തോട്ടില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഫാത്തിഹ ഇല്ലാതെ ഇബ്ത്വാലു സിഹ്റി ഇല്ല. ഫാത്തിഹ ഇല്ലാതെ സിഹർ ബാത്തിലാക്കാൻ കഴിയില്ല. ഫാത്തിഹ ഇല്ലാതെ ഒരു സിഹർ ബാത്തിലാവൂല. എന്തിന്റെ പൂർത്തീകരണം ഫാത്തിഹയാണ്. എന്തും. അതുകൊണ്ടാണ് പഴയകാലം മുതലേ, മാത്രമല്ല ഏത് നന്മയും ഫാത്തിഹ എല്ലാം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ പഴയ കാലത്ത് നമ്മളെ മുഅ്മിനീങ്ങളായ സാലിഹീങ്ങൾ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ നമ്മുടെ ഒരു പതിവുണ്ട്. എന്താ? എന്തൊരു കാര്യത്തിന് ഉദ്യമിച്ചാലും അൽ ഫാത്തിഹ.